നമസ്കാരം. മീഡിയ വൺ കോൾ സെന്ററിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് കോൾ സെന്റർ ചർച്ച ചെയ്യുന്നത്. ജൂൺ 13 ഇന്ന് ആഗോള ഫാറ്റി ലിവർ ദിനമാണ്. അതുകൊണ്ട് തന്നെ ഫാറ്റി ലിവർ മുൻകരുതലുകൾ എന്നതാണ് ഇന്നത്തെ വിഷയം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, മനുഷ്യ ശരീരത്തിലെ നിർണായകമായ അവയവമാണ് കരൾ. ശരീരത്തിന്റെ മെറ്റബോളിസം, പ്രതിരോധശേഷി, ദഹനം തുടങ്ങി പ്രധാന പ്രക്രിയയെ നിയന്ത്രിക്കുന്നത് കരളാണ്. ഇങ്ങനെയുള്ള കരളിന്റെ കോശങ്ങൾക്കുള്ളിൽ അസാധാരണമായ രീതിയിൽ കൊഴുപ്പടിയുമ്പോഴാണ് ഫാറ്റി ലിവർ എന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. എന്തെല്ലാമാണ് ഫാറ്റി ലിവറിന്റെ ലക്ഷണങ്ങൾ, വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എന്തൊക്കെയെന്നാണ് കോൾ സെന്ററിൽ വിശദമാക്കുന്നത്. ഇതിനായി കോഴിക്കോട് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം മേധാവിയായ ഡോക്ടർ അനീഷ് കുമാർ നമ്മോടൊപ്പമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പ്രേക്ഷകരുടെ സംശയങ്ങൾ ഇപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു ചോദിക്കാവുന്നതാണ്. സ്വാഗതം ഡോക്ടർ കോൾ സെന്ററിലേക്ക്. സ്വാഗതം. ഇന്നത്തെ ഒരു ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് ഫാറ്റി ലിവർ ദിനമാണ്. എന്താണ് ഫാറ്റി ലിവർ? ഇന്നത്തെ കാലത്ത് കൂടുതൽ ആളുകളിൽ കാണുന്ന ഒരു രോഗമാണ്. അതിന്റെ ഒരു കാരണം എന്താണ്? നേരത്തെ പറഞ്ഞ മാതിരി ഇന്ന് ലോക ഫാറ്റി ലിവർ ദിനമാണ്. ഇന്ന് നമ്മൾ വളരെ കോമൺ ആയി കാണുന്ന ഒരു ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ് നിലയിലും ഒരു പ്രാക്ടീഷണർ എന്ന നിലയിലും ഒരുപാട് ആൾക്കാർ കാണുന്ന ഒരു രോഗമാണ് ഫാറ്റി ലിവർ. ബേസിക്കലി നമ്മുടെ ലിവർ എന്ന് പറഞ്ഞാൽ കരൾ, നമ്മളെ ഒരു പ്രധാനപ്പെട്ട അവയവമാണ് കരൾ. നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഫാക്ടറിയാണ്. നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച മാതിരി ഒരുപാട് ധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ശരീരത്തിൻ്റെ ഒരു വക മെറ്റബോളിസം, ശരീരത്തിന് വേണ്ട ഉള്ള പ്രോട്ടീൻസ് ഉണ്ടാക്കൽ, ശരീരത്തിലെ പല അശുദ്ധ ശക്തികളും ക്ലിയർ ആയതിന് ശുദ്ധീകരിച്ചതിന് ശേഷം പുറത്ത് കളയുക, പിന്നെ നമ്മൾ കഴിക്കുന്ന പല മരുന്നുകളിനെ മെറ്റബോളൈസ് ചെയ്യുക, ഇങ്ങനെ ഒരുപാട് ധർമ്മം ചെയ്യുന്ന ഒരു അവയവമാണ് ലിവർ. ഇതിൽ കൊഴുപ്പ് നിറയുകയും കുറേ നാളുകൾ കൊഴുപ്പ് നിറഞ്ഞ് അത് ലിവറിന് പെർമനൻ്റ് ആയിട്ടുള്ള കേടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന അവസ്ഥയ്ക്കാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ഫാറ്റി ലിവർ പല കാരണങ്ങൾ കൊണ്ട് വരാം. പ്രധാനമായും നമുക്ക് എല്ലാവർക്കും അറിയാം, കരൾ എന്ന് പറയുമ്പം മദ്യമാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. മദ്യം കൊണ്ട് കരളിൽ ഫാറ്റ് വരാം. അതിലുപരി നമ്മൾ മദ്യപിക്കാത്ത ഒരുപാട് ആൾക്കാരിൽ ഇപ്പോൾ കരൾ രോഗം കാണുന്നു, സ്ത്രീകളിൽ കാണുന്നു, കുട്ടികളിൽ കാണുന്നു എന്ന് നിങ്ങളൊക്കെ പലരും കണ്ടു കാണും. അതിൻ്റെ കാരണം മറ്റു പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ലിവറിൽ കൊഴുപ്പടിയുകയും കൊഴുപ്പടിഞ്ഞ് കൊഴുപ്പത് നീർക്കെട്ടിലാക്കി ലിവറിന് പെർമനൻ്റ് ആയിട്ടുള്ള കേടുകൾ വരുത്തുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഈ ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇപ്പോഴൊരു കോളർ ഉണ്ട്, ബിജു മാത്യു ആണ് കൊല്ലത്ത് നിന്ന് വിളിക്കുന്നത്. ചോദിച്ചോളൂ ഡോക്ടറിനോട്. കേൾക്കാം, ചോദിച്ചോളൂ. സാറേ, ഈ ഒരാളുടെ ശരീരത്തിലേക്ക് ഫാറ്റി ലിവറിന്റെ അസുഖം ബാധിക്കപ്പെട്ടാൽ എന്താണ് അതിന്റെ പ്രാഥമിക ലക്ഷണങ്ങൾ, എന്തൊക്കെയാണ് അതിന്റെ പ്രിവെന്റീവ് മെഷേഴ്സ് എന്തൊക്കെയാണെന്നൊന്ന് വ്യക്തമാക്കാമോ സാറേ? അതെ, തീർച്ചയായും. ഈ പ്രോഗ്രാമിൽ അങ്ങോട്ട് പോകുന്നതോടെ അത് പറയും. അതിൽ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ തുടക്കത്തിലൊന്നും ഒരു ലക്ഷണങ്ങളും ഉണ്ടാക്കൂല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അതൊരു കൃത്യമായ പരിശോധനയോട് മാത്രമേ നമുക്കതിനെ കണ്ടെത്താൻ പറ്റുകയുള്ളൂ. നമ്മുടെ ലിവറിൽ കൊഴുപ്പടിഞ്ഞ് കുറേ നാളുകളിലായി കൊഴുപ്പടിഞ്ഞ് അത് ലിവറിൽ നീർക്കെട്ടുണ്ടാക്കി ലിവറിന് സ്ഥായിയായിട്ടുള്ള പെർമനൻ്റ് ആയിട്ടുള്ള കേടുകളും ഉണ്ടാക്കി അതും മൂർച്ഛിച്ച് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് രോഗലക്ഷണങ്ങൾ വരുള്ളൂ. അതാണ് ഇതിൻ്റെ സംഗതി. അപ്പോൾ രോഗലക്ഷണങ്ങൾ വരുമ്പോഴേക്ക് നമുക്ക് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അസുഖം വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് ഈ ദിനത്തിൻ്റെ ഇമ്പോർട്ടൻസ്. ഇതിനെപ്പറ്റി നമ്മളെല്ലാവരും അവെയർ ആവുക, ഹെൽത്ത് അതോറിറ്റീസ് അവെയർ ആവുക, അതിനെതിരെയുള്ള ക്യാമ്പയിനുകളും സംഗതികളൊക്കെ ജനങ്ങളിലെത്തിക്കുക. എന്നിട്ട് അവർക്ക് ഒരു പെർമനൻ്റ് ആയിട്ട് ലിവറിൻ്റെ കേട് വരുന്നതിന് മുമ്പ് കണ്ടെത്തി വരാതിരിക്കാനുള്ള സംഗതികളും കാര്യങ്ങളും നോക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അതുകൊണ്ട് തന്നെ ലക്ഷണങ്ങൾ തീരെ ഉണ്ടാവില്ല തുടക്കത്തിലൊന്നും. ഒരു ഫാറ്റി ലിവർ പെർസെ ആസ് സച്ച് വിൽ നോട്ട് കോസ് മച്ച് സിംറ്റംസ്. പക്ഷേ അത് കേട് വന്ന് ലിവറിൻ്റെ കേടുകൾ വരുമ്പോഴാണ്, അത് ലിവറിൻ്റെയും തന്നെ 10-60-70% മുകളിൽ ഡാമേജ് കേട് വരുമ്പോഴാണ് നമുക്കിത് അറിയുന്നത്. അപ്പോഴേക്കും വളരെ വൈകി പോകുന്നു. പിന്നീട് നെട്ടോട്ടമായി, പിന്നീട് കോംപ്ലക്സ് ചികിത്സകളും ചെലവേറിയ ചികിത്സാ രീതിയിലേക്കൊക്കെ നമുക്ക് പോകേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. ബിജുവിന് വ്യക്തമാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഡോക്ടർ, ബിജു ചോദിച്ചതുപോലെ അതിനെ കൂടെ തന്നെ ചോദിക്കുകയാണ്. കാരണം രോഗലക്ഷണങ്ങൾ ഇല്ലാത്ത ഒരു രോഗം പിന്നീട് അത് വലിയ രീതിയിൽ നമ്മുടെ ശരീരത്തെ മരണത്തിലേക്ക് വരെ നയിക്കാവുന്ന മറ്റു രോഗങ്ങളിലേക്കൊക്കെ എത്തിക്കുന്ന ഒരു അസുഖമായി മാറുകയാണ്. അപ്പോൾ ഈ ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളത് തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. അപ്പോൾ അത്തരത്തിൽ എന്തൊക്കെ ടെസ്റ്റുകളാണ് അതിനുവേണ്ടി കരുതേണ്ടത്? ആ ഒരു കാര്യങ്ങൾ കൂടിയൊന്ന്. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആർക്കാണ് ഫാറ്റി ലിവർ കൂടുതലും വരിക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഏറ്റവും കൂടുതൽ ഈ ഫാറ്റി ലിവർ വരുന്നത് ഈ ഒരു മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ ഭാഗമായിട്ടാണ്. പ്രത്യേകിച്ച് ഷുഗർ, കൊളസ്ട്രോൾ ഇങ്ങനെയുള്ള രോഗങ്ങൾ, മെറ്റബോളിക് ഡിസീസ്. അതിനോടൊപ്പം തന്നെ ഇപ്പം നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ട് ഇത് വരാനുള്ള കാരണം, തിരുവനന്തപുരത്ത് ഒരു പഠനം നടന്നിട്ടുണ്ട്. 50% ആൾക്കാർ ഒരു റാൻഡമായിട്ടൊരു കമ്മ്യൂണിറ്റിയിൽ നോക്കിയപ്പോൾ അവർക്കൊക്കെ ഫാറ്റി ലിവർ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അത്
അങ്ങോട്ട് പോയി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് അവർക്ക് ഫാറ്റി ലിവർ എന്ന് മനസ്സിലാവുന്നത്. എല്ലാം രോഗലക്ഷണം വന്നിട്ട് കണ്ടതല്ല. മനസ്സിലായി. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇപ്പോഴത്തെ ജീവിതശൈലിയാണ്. ജീവിതശൈലി രോഗങ്ങളായ ഷുഗർ, കൊളസ്ട്രോള് എന്നിവയുള്ള പോലെ തന്നെയാണ്. പിന്നെ വ്യായാമമില്ലായ്മ. ഈ 3 കാര്യങ്ങളാണ്. അപ്പം അങ്ങനെയുള്ളവർക്കാണ് ഇത് ഫാറ്റി ലിവർ കൂടുതലും വരാൻ സാധ്യതയുള്ളത്. ഇപ്പോൾ നമ്മളെല്ലാവരും മൊബൈലും ഇരിപ്പുമായി, ഓഫീസ് ജോബായി, വൈറ്റ് കോളർ ജോബ്സായി, ആരും കൃഷിയിടങ്ങളിൽ പോയി പണിയെടുക്കുന്നത് വളരെ കുറഞ്ഞൊക്കെ പങ്കാളികളായി. അതുകൊണ്ട് തന്നെ മലയാളികളുടെ ഇടയിൽ ഇപ്പം ഇന്ത്യയിൽ തന്നെ പഠനം നടത്തിയാലും ഇൻസിഡൻസ് ഓഫ് ഈ ഡയബറ്റീസും ഈ മെറ്റബോളിക് ഡിസീസ് ആൻഡ് ഫാറ്റി ലിവർ മച്ച് മോർ കോമൺ ഇൻ മലയാളീസ്. ഓക്കെ, ഒരു കോളർ കൂടിയുണ്ട്. ശശിധരനാണ് കോഴിക്കോട് നിന്ന് വിളിക്കുന്നത്. ശശിധരൻ ഡോക്ടറിനോട് ചോദിച്ചോളൂ. നമസ്കാരം ഡോക്ടറെ. നമസ്കാരം. ഞാൻ ഇപ്പോഴല്ല, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ മദ്യപാനം ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇതില് പിന്നെ ഈ ലിവറിന് ഒത്തിരി അസുഖം ബാധിച്ചു കഴിഞ്ഞ്. അപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അന്ന് സൂപ്രണ്ടായിരുന്ന വർഗീസ് തോമസ് എന്ന് പറഞ്ഞ ഡോക്ടറെ കണ്ട് ഗ്യാസ്ട്രോഎൻട്രോളജി ടെസ്റ്റൊക്കെ നടത്തി. അപ്പൊ അതില് ഈ ശ്വാസതടസ്സവും ഇതെല്ലാം കൂടെ വന്നു കഴിഞ്ഞ് ഇപ്പം പിന്നെ കുറച്ച് പുകവലിയൊക്കെ ഉണ്ട്. എന്നാലും ഒരു കയറ്റം കയറുമ്പോഴൊക്കെ ഒരു കിടപ്പും ഇതൊക്കെ വരുന്നുണ്ട്. അപ്പൊ അത് ഈ ഒരു മാസികയില് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളെ ഈ പോത്തിന്റെ ഒക്കെ ലിവർ കഴിച്ചാല്, പിന്നെ അതുപോലെ മുന്തിരി ജ്യൂസ് അടിച്ച് കുടിച്ചാലൊക്കെ അതിന് കുറച്ചൊരു വേദന ഉണ്ടാവുന്നൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ടായി. ആ ഒരു സംശയം ചോദിക്കാനാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഒരു ലിവറിന് കുറേ നാളുകളായിട്ട് കേടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അത് വന്ന് പിന്നെ മുമ്പുള്ള മദ്യപാനവും ഇനി ബാക്കി അറിയില്ല, ഡയബറ്റീസ് അതുപോലുള്ള ഫാറ്റി ലിവർ കൂടെ ഉണ്ടായിരുന്നോന്ന് അറിയില്ല. എന്തിനാലും ലിവറിൻ്റെ കേട് എന്ന് പറഞ്ഞത് എത്രത്തോളം കേടുണ്ടെന്നനുസരിച്ചിരിക്കുന്നു ഇതിനൊക്കെ. എന്ത് തന്നെയാലും നിങ്ങൾ പറഞ്ഞ ആ ചികിത്സകളൊന്നും ശാസ്ത്രീയമായ പഠനങ്ങളൊന്നും ഒരു ഗുണവും ചെയ്യുന്ന സംഗതികളല്ല. ലിവറിന് അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ലിവറിനെ മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്യണം. ലിവറിന് കൂടുതൽ കേടുവരുത്തുന്ന സംഗതികൾ കഴിയുന്ന ഒഴിവാക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആൽക്കഹോൾ തന്നെയാണ്. പിന്നെ ഭക്ഷണ രീതി, അധികം കൊഴുപ്പടിങ്ങിയ സാധനങ്ങൾ കഴിയുന്നത് ഒഴിവാക്കുക. കാർബോഹൈഡ്രേറ്റ്സ്, നമ്മുടെ നാട്ടിൽ പിന്നെ നമ്മുടെ മലയാളികളുടെ ഇടയിൽ ഫാറ്റി ലിവർ കൂടുതൽ വരാനുള്ള ഒരു കാരണം നമ്മുടെ അമിതമായ അരിയാഹാരവും അതുപോലെ ഈസിലി ഡൈജസ്റ്റ് ചെയ്യുന്ന കാർബോഹൈഡ്രേറ്റ്സുകളാണ്. എന്ത് തന്നെ കൂടുതൽ കഴിച്ചാലും അത് ഫാറ്റായിട്ടാണ് ലിവറിൽ അക്യുമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൊഴുപ്പൊന്നും കഴിക്കുന്നില്ല, വെറും അരിയാഹാരം മാത്രമേ കഴിക്കുന്നുള്ളൂ എന്ന് പറയുന്നതുകൊണ്ട് നമുക്ക് ഫാറ്റി ലിവർ, അതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. അമിതമായ അന്നജം, കാർബോഹൈഡ്രേറ്റ്സ് ആണ്. പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിൽ ഉള്ള അരിഭക്ഷണത്തിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് അതിൻ്റെ അളവ് ആണ് ഇതിലേറ്റവും പ്രധാനം. അപ്പം അത് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് കഴിക്കുക എന്നതാണ്. ഇതിനെ നിങ്ങൾ പറഞ്ഞ ആ 2 സംഗതികളും ഒരു ശാസ്ത്രീയമായ പഠനങ്ങളൊന്നും ഒരു ലിവറിൻ്റെ അവസ്ഥയ്ക്ക് ഒരു മെച്ചമുണ്ടാക്കുന്നതല്ല. ശശിധരന് ഡോക്ടർ പറഞ്ഞത് വ്യക്തമാണെന്നാണ് കരുതുന്നത്. ഇപ്പോൾ ഒരു കോളർ കൂടിയുണ്ട്. ശാന്തയാണ് പെരുവണ്ണാമൂഴിയിൽ നിന്ന് വിളിക്കുന്നത്. ശാന്ത, ചോദിച്ചോളൂ ഡോക്ടറിനോട്. ഹലോ, പറയൂ, കേൾക്കുന്നുണ്ട്, പറയൂ. എനിക്ക് വയറിന് ഭയങ്കര കട്ടിയാണ്. പിന്നെ ഇവിടെ കരളും താഴോട്ടുള്ള സ്ഥലത്ത് ഭയങ്കര കട്ടി, അടിവയറ് വരെ. അത് ഈ ഫാറ്റ് ലിവർ ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ടാണോന്നറിയാനാ. ഫാറ്റി ലിവറിൽ ഇങ്ങനെ എന്താ പറയുക, വയറിന് ഒരു ഭയങ്കര കട്ടിയെന്ന് പറഞ്ഞാൽ ലിവർ നമുക്കറിയാമല്ലോ നമ്മുടെ വാരിയുടെ വലത് ഭാഗത്ത് മുകൾ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം കൊഴുപ്പ് ലിവറിൽ അടിഞ്ഞുകൂടി ലിവറിന് കുറച്ചൊരു വണ്ണം വെക്കുകയും ആ ഭാഗത്തൊരു ഹെവിനെസ്, ഒരു കനം പോലെയൊക്കെ തോന്നാം. അല്ലാതെ അടിവയറ്റിലോട്ടുള്ള കട്ടിയും കാര്യങ്ങളൊന്നും ഒരു വെറും ഫാറ്റി ലിവർ കൊണ്ട് വരാനുള്ള സാധ്യതയില്ല. പിന്നെയുള്ളത് ഒരുപാട് നാൾ ഫാറ്റി ലിവർ നിന്ന് ലിവറിന് കേട് വന്ന് ലിവർ സിറോസൊക്കെ കഴിഞ്ഞ് വയറ്റിൽ നീര് വരികയും ഒക്കെ ചെയ്യുമ്പോഴാണ് അടിവയറ്റിലൊക്കെ നീര് വരികയും വയറ് വീർക്കുകയും അതോടൊപ്പം കാലിൽ വൈകുന്നേരങ്ങൾ നടക്കുമ്പോഴൊക്കെ വൈകുന്നേരം ആകുമ്പോഴേക്ക് കാലിൽ നമ്മൾ അമർത്ത് നോക്കിയാൽ കുഴിയുന്ന രീതിയിൽ നീര് വരിക, അങ്ങനെയൊക്കെ വരുന്ന അതൊക്കെ എൻ സ്റ്റേജ് ലിവർ ഡിസീസിൽ ഇതൊക്കെ മൂത്ത് ലിവർ സിറോസായി അങ്ങേയറ്റത്ത് വരുന്ന സംഗതിയാണ്. നമ്മൾ പറയുന്ന രോഗലക്ഷണങ്ങൾ വെച്ചിട്ടുള്ള ഫാറ്റി ലിവറിൽ അത് വരേണ്ട കാര്യമില്ല. നമുക്ക് ഓർമ്മ തടിയും മണ്ണൊക്കെ ഉള്ള ആളാണോ നിങ്ങൾ? 62 കിലോ ഉണ്ട്. 62 കിലോ. അപ്പം തടിയൊക്കെ ഉണ്ടെങ്കിൽ സ്കിന്നിൻ്റെ അടിയിലൊക്കെ ഉണ്ടാവുന്ന കൊഴുപ്പ് അവിടെയാണല്ലോ, ഈ വയറ്റിലൊക്കെയാണ് സാധാരണ കൊഴുപ്പ് അടിയുക. അങ്ങനെയൊക്കെ വല്ലതും ആയിരിക്കാനാണ് സാധ്യത. ഒരു സ്കാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ വളരെ കോമൺ ആയിട്ടുള്ള അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഉള്ളിലുള്ള വേറെ എന്തെങ്കിലും കട്ടിയുടെ ഭാഗമാണോ അല്ല തൊലിപ്പുറത്തുള്ളതാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ശാന്തയ്ക്ക് വ്യക്തമാണെന്നാണ് കരുതുന്നത്. നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നത് പ്രധാനമായും ഈ ഷുഗർ അടക്കമുള്ള രോഗങ്ങളുള്ളവരിലേക്കാണ് പിന്നീട് ഈ ഫാറ്റി ലിവറായി മാറുന്നത് എന്നാണ്. അപ്പോൾ ഈ ആദ്യഘട്ടത്തിൽ തന്നെ പ്രാഥമികമായിട്ട് നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ എക്സസൈസ് കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റാൻ കഴിയുന്ന ഒരു അസുഖമാണോ? തീർച്ചയായും. ഇതിൻ്റെ ആദ്യം നമ്മളത് ഫാറ്റി ലിവർ ഉണ്ടോ എന്ന് മനസ്സിലാക്കണം.
അതിന് നമുക്ക് 2-3 ടെസ്റ്റുകൾ ആവശ്യമുണ്ട്. ഒന്ന് ബേസിക്കലി നമ്മുടെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ബ്ലഡ് ടെസ്റ്റുകളുണ്ട്. അത് നമ്മുടെ ലിവറിൻ്റെ പ്രവർത്തനത്തിനെ സൂചിപ്പിക്കുന്ന ടെസ്റ്റുകളാണ്. അതിൽ സിറം ബിൽറൂബിൻ, SGOT, ലിവർ എൻസൈംസ്, ലിവർ മെറ്റബോളൈസിൻ ചില എൻസൈംസ്, ഇതൊക്കെ പിന്നെ ലിവർ ഉണ്ടാക്കുന്ന ചില പ്രോട്ടീൻസിൻ്റെ അളവ് നോക്കിയിട്ട് പ്രോട്ടീൻ, ആൽബുമിൻ എന്നൊക്കെ നോക്കിയിട്ട് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലിവറിൻ്റെ ഹെൽത്തിനെ പറ്റി നമുക്ക് ഏകദേശം ഒരു ധാരണയാകും. പിന്നെ രണ്ടാമത്തെ സംഗതി സ്കാനിങ് ചെയ്യുക എന്നുള്ളതാണ്. സ്കാനിങ്ങിലാണ് പ്രധാനമായും അൾട്രാസൗണ്ട്. ഇപ്പോൾ അൾട്രാസൗണ്ട് വളരെ സുലഭമായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഫാറ്റി ലിവർ ഇത്രയും കൂടുതൽ കണ്ടുപിടിക്കപ്പെടുന്നത്. സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ മിക്കവാറും നമുക്ക് വരുന്ന ഇപ്പോൾ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്ന ആൾക്കാരിൽ നല്ലൊരു ശതമാനം ആൾക്കാർക്ക്, ഒരു 30-40% ആൾക്കാർക്കെങ്കിലും ഈ ഫാറ്റി ലിവർ കാണുന്നുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ ഇതാണ് ഫാറ്റി ലിവർ കണ്ടുപിടിക്കുന്നത്. പിന്നെ ഈ ഫാറ്റ് ഒരുപാട് നാൾ നിറഞ്ഞു കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ലിവറിൽ നീർക്കെട്ടുണ്ടാക്കുന്നു. നീർക്കെട്ടുണ്ടാക്കി പല പ്രാവശ്യം വരുമ്പോൾ അത് ലിവറിന് ഫൈബ്രോസ്, ലിവർ ചുരുങ്ങാൻ തുടങ്ങുന്നു. അപ്പം ലിവറിൻ്റെ സ്റ്റിഫ്നെസ് കൂടുന്നു. സാധാരണ ലിവർ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു അവയവമാണ്. അത് ഹാർഡാവുകയും സ്റ്റിഫാവുകയും ചെയ്യുന്നു. അപ്പോൾ ഈ സ്റ്റിഫ്നെസ് അളക്കാനുള്ള ചില പുതിയ തരം ടെക്നിക്കുകളുണ്ട്. ഫൈബ്രോ സ്കാൻ, ഷിയർ വേവ് എലാസ്റ്റോഗ്രഫി എന്നൊക്കെ പറഞ്ഞ ചില വൈബ്രേഷൻ കടത്തിയിട്ട് ലിവറിൻ്റെ ആ റിഫ്ലക്ഷനൊക്കെ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ സ്റ്റിഫ്നെസ് നോക്കാൻ പറ്റും. അപ്പം ഏതൊരു അസുഖത്തിലും എന്തുകൊണ്ടുള്ള കാരണങ്ങളായാലും ലിവറിന് കുറേ നാളുകളായിട്ടുള്ള ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ഫൈനലി അത് ലിവറിന് പെർമനൻ്റ് ആയിട്ടുള്ള കേടുകൾ ഉണ്ടാക്കുന്നതിൻ്റെ ആദ്യ സൂചനയാണ് ലിവർ ഫൈബ്രോസ്. ഫൈബ്രോസ് വരുമ്പോൾ ബാക്കിയുള്ള ലിവർ കോശങ്ങൾ കൂടുതൽ വളരാൻ ശ്രമിക്കുന്നു. അങ്ങനെ റീജനറേറ്റീവ് നോഡ്യൂൾസ്, ബാക്കിയുള്ള കോശങ്ങൾ റീജനറേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും അത് നോഡ്യൂളുകളാവും ചെയ്യുന്ന സ്റ്റേജിലാണ് ലിവർ സിറോസിസ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. സ്റ്റിഫായി ഫൈബ്രോസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് റിവേഴ്സ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്, വളരെ വളരെ ബുദ്ധിമുട്ടാണ്. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ അതിനെ കൂടുതൽ പ്രോഗ്രസ് ചെയ്യാതിരിക്കാൻ തടയുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഈ ടെസ്റ്റുകളാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. പിന്നെ നിങ്ങൾ നേരത്തെ ചോദിച്ച ചോദ്യം ഭക്ഷണ രീതിയെ പറ്റിയാണ്. തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞു, ദിസ് എ പ്യോർലി എ ലൈഫ് സ്റ്റൈൽ ഡിസീസ്, എ മെറ്റബോളിക് ഡിസീസ്. അപ്പം നമ്മളുടെ ഷുഗർ കൺട്രോൾ ചെയ്യുക, കൊളസ്ട്രോൾ ഒക്കെ കൺട്രോൾ ചെയ്യുക. ഷുഗറിൻ്റെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത് വളരെ ഹൈ ഷുഗേഴ്സോ ആകുമ്പോൾ മാത്രമാണ്. അപ്പം നമ്മൾ തന്നെ കണ്ടെത്തി നമ്മുടെ ബോഡിയിൽ ഒരു റേഞ്ച് ഉണ്ട്, ആ റേഞ്ചിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അത് ഭക്ഷണത്തിലൂടെ പിന്നെ വ്യായാമങ്ങളിലൂടെ. അതുപോലെ തന്നെയാണ് കൊളസ്ട്രോളൊക്കെ വളരെ കൂടി മെയിനായിട്ട് ഇത് രക്തധമനികളിലാണ് അടിയുക. അപ്പം രക്തധമനിയിൽ അടിയുമ്പോഴാണ് ഇത് ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുന്നത്, ഹാർട്ടിലേക്കുള്ള രക്തക്കൊഴലുകളിലേക്ക് അടിയുന്ന പോലെ. അതുപോലെ തലച്ചോറിലേക്ക്. അപ്പം പൊതുവേ കൊളസ്ട്രോളുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തുക പലപ്പോഴും ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കുമാണ്. പക്ഷെ അത് മാത്രമല്ല, ലിവർ ഡിസീസും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഫാക്ട് പഠനങ്ങൾ കാണിക്കുന്നത്. അതിലേക്ക് വരാം. ഇപ്പോൾ ഒരു കോളർ ഉണ്ട്, ഷാജഹാനാണ് മുണ്ടക്കയത്ത് നിന്ന് വിളിക്കുന്നത്. ഷാജഹാൻ, ചോദിച്ചോളൂ ഡോക്ടറിനോട്. ഡോക്ടറെ, എൻ്റെ പ്രയാസം എന്ന് പറയുന്നത്, എനിക്ക് ഇടക്കാലമായിട്ട് പുറത്തിനകത്ത് വേദനമാണ്. അപ്പം ഞാൻ മൂത്രത്തിൽ കല്ലാണെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പോയി ഡോക്ടറെ കണ്ടപ്പോൾ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് ലിവർ സിറോസിസ് ആണെന്ന് എഴുതി റിപ്പോർട്ട് വന്നു. അപ്പോൾ ടെസ്റ്റ് ഒക്കെ നടത്തിയപ്പോഴത്തേക്ക് ഡോക്ടറെ കാണിച്ചപ്പോൾ ലിവർ സിറോസിസ് ആണെന്ന് ഇതുപോലെ പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു ട്രീറ്റ്മെന്റ് ഞാൻ സാമ്പത്തിക പ്രശ്നം ഉള്ളത് കൊണ്ട് 2-3 ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ നല്ല പൈസയായി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതുപോലെ എനിക്ക് വയ്യാതെ വന്നപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ അതിന് മുമ്പായിട്ട് ഞാൻ ഇച്ചിരി നേരം കുറച്ച് ഒരു മാസത്തോളം ഹോമിയോ മരുന്ന് ഞാൻ കഴിച്ചിട്ട് എനിക്ക് കുറവായിട്ട് തോന്നിയൊന്നുമില്ല, സ്കാൻ ചെയ്തുമില്ല. പിന്നെ കുറഞ്ഞില്ല എന്ന് അറിയാനായിട്ട്. അപ്പൊ ഡോക്ടറെ ഇപ്പൊ ഇതുപോലെ TV വെച്ച് കണ്ടപ്പോൾ ഡോക്ടറെ അടുത്ത് ഒരു സഹായം എന്താണെന്നുള്ളതിനെ കുറിച്ച് അറിയാമല്ലോ കണ്ടാണ് ചോദിച്ചത്. ലിവർ സിറോസിസ് ആണ് പറയുന്നത് ഡോക്ടർ. നിങ്ങൾ മദ്യം ഉപയോഗിക്കുന്ന ആളാണോ? അല്ല, മദ്യം ഉപയോഗിക്കത്തില്ല. പ്രായം എത്രയായി? പുകവലിയില്ല. പ്രായം? പുകവലിയില്ല. പ്രായം എത്രയായി? വയസ്സെത്രയായി? പുകവലിയില്ല, ഇല്ല, ഒരു ഇതില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ കാലിൽ നീരോ വയറ് വല്ലാണ്ട് വീർക്കോ അങ്ങനെ വല്ലതും ഉണ്ടോ? വയറ് ഒരു ചെറിയ തരിപ്പ് പോലെ എനിക്ക് അനുഭവപ്പെടുന്നില്ല. വയറ് വീർക്കം പോലെ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സിറോസിസ് എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് നാളുകളായിട്ട് നമുക്ക് ലിവറിന് കേടുണ്ട്. അത് ഇന്നലെയോ തുടങ്ങിയതല്ല, കുറച്ച് നാളുകളായിട്ട് തുടങ്ങിയിട്ട് ലിവറിന് വന്നിരിക്കുന്ന പെർമനൻ്റ് ആയിട്ടുള്ള കേടുകൾ വരുന്ന അവസ്ഥയിലാണ് സിറോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സിറോസ് വന്നു കഴിഞ്ഞാൽ 1-2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. വന്ന കേട് നമുക്ക് മാറ്റാൻ പറ്റുന്നതല്ല. ഇനി അങ്ങോട്ട് കൂടുതൽ കേടാവാതിരിക്കാൻ നോക്കുക. മനസ്സിലായില്ലേ?
പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ലിവറിന് നല്ല തോതിൽ ഒരു 70% മുകളിൽ ഡാമേജ് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും രോഗലക്ഷണങ്ങൾ വരുള്ളൂ. അപ്പം അതുവരെ കാത്തിരിക്കാതെ ഇപ്പോഴും നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള വലിയ സിംറ്റംസ് വന്നിട്ടില്ല എന്നാണ്. അപ്പം ഇപ്പോഴും നിങ്ങളുടെ ലിവർ അത്ര മോശമല്ല, സിറോസാണ്, മോശപ്പെട്ട ഒരു അസുഖമാണ്, പക്ഷേ അതിൻ്റെ തുടക്കമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനി അങ്ങോട്ട് കൂടുതൽ വഷളാവാതെ നോക്കുക. അതിന് നമുക്ക് ചെയ്യേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇത് എന്തുകൊണ്ട് വന്നു എന്ന് കണ്ടെത്തുക. എന്ത് തന്നെയാലും നിങ്ങളൊരു ലിവറിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റിനെ ഒന്ന് കാണിച്ചിട്ട് എന്തുകൊണ്ട് ലിവറിന് കേട് വന്നു, നേരത്തെ പറഞ്ഞ മാതിരി ആൽക്കഹോൾ കഴിക്കുന്നില്ല പറഞ്ഞു, പിന്നെ ഫാറ്റി ലിവർ സംബന്ധപ്പെട്ട മെറ്റബോളിക് ഡിസീസ്, ഡയബറ്റിസ്, കൊളസ്ട്രോൾ അങ്ങനത്തെ എന്തെങ്കിലും വന്നിട്ടുള്ളതാണോ നോക്കേണ്ടതുണ്ട്. പിന്നെ പണ്ട് കാലത്ത് വന്ന മഞ്ഞപ്പിത്തം വന്നിട്ടുള്ള രോഗങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ടോ എന്ന് നോക്കേണ്ടതുണ്ട്. പിന്നെ ശരീരത്തിൽ ഇരുമ്പിൻ്റെ അളവ്, കോപ്പറിൻ്റെ അളവ്, അങ്ങനെ വേറെ പല കാരണങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വേറെയും കുറേ കാരണങ്ങളൊക്കെ ഉണ്ട്. അമിതമായിട്ട് ചില മരുന്നുകൾ ഉപയോഗിക്കുന്ന ആൾക്കാരിൽ ഇത് കാണാറുണ്ട്. അങ്ങനെ പല കാരണങ്ങളുണ്ട്. നമുക്ക് എന്തുകൊണ്ട് വന്നു എന്ന് കണ്ടെത്തുകയും ആ എന്താണ് കാരണം അതിനെ ഒഴിവാക്കുകയും ഇനി അങ്ങോട്ട് കേടുവരുത്താതെ നോക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ്, വന്ന കേടുകൾ കൊണ്ട് പല കോംപ്ലിക്കേഷൻസ് വരുമ്പോഴാണ് ഇത് രോഗലക്ഷണങ്ങളായിട്ട് വരുന്നത്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞു, ലിവർ വേണ്ടത്ര പ്രോട്ടീൻ ഉണ്ടാക്കില്ല, അന്നേരം നമുക്ക് കാലിലും വയറ്റിലൊക്കെ നീര് വരാൻ തുടങ്ങും. പിന്നെ ലിവർ ഹാർഡാവും. ഇപ്പോൾ ലിവറിലേക്കുള്ള രക്തോട്ടത്തിന് തടസ്സം വരുമ്പോൾ വേറെ പല കൈവഴികളിലൂടെ രക്തക്കൊയലുകൾ തുറക്കപ്പെടും. അങ്ങനെ അന്നനാളത്തിലും ആമാശയത്തിലൊക്കെ രക്തക്കൊയലുകൾ വരും. അത് പെട്ടെന്ന് പൊട്ടി ബ്ലീഡിങ്, ബ്ലഡ് ഛർദ്ദിക്കുക, വയറ്റിന്ന് ചോര പോവുക. പിന്നെ ലിവറാണ് നമ്മുടെ ശരീരത്തിലെ പല അഴുക്കുകളും പുറത്ത് കളയേണ്ടത്. അപ്പോൾ അഴുക്കുകൾ വേണ്ടത്ര പുറത്ത് കളയപ്പെടാതെ അഴുക്കുകളൊക്കെ അടിഞ്ഞുകൂടി, ബ്ലഡിൽ അലിഞ്ഞുകൂടി നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് ആദ്യം ഉറക്കത്തിന് ഡിസ്റ്റർബൻസ് വരുത്തുക, പിന്നെ ഓർമ്മക്കേട് വരുത്തുക, പിന്നെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുക, അങ്ങനെ തലച്ചോറിനെ ബാധിക്കുന്ന എൻസെഫലോപ്പതി വരിക. പിന്നെ നമുക്കൊരു മുറിവായി കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടുന്ന് ബ്ലീഡിങ് ഉണ്ടാവുക. സാധാരണ ബ്ലഡ് ക്ലോട്ടിങ്ങിൻ്റെ ഘടകങ്ങളൊക്കെ, കുറേ ഫാക്ടറുകളൊക്കെ നമ്മുടെ ലിവറാണ് ഉണ്ടാക്കുന്നത്. അപ്പം അത് വേണ്ടത്ര ഇല്ലെങ്കിൽ ഇത് വരാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള പല കോംപ്ലിക്കേഷൻസുകൾ വരുന്നത് ഒരു പരിധിവരെ തടയുക, അല്ലെങ്കിൽ വരുന്നത് മാക്സിമം അങ്ങോട്ട് മാറ്റി വെക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ചികിത്സ. അപ്പോൾ നമ്മളൊരു ഡോക്ടറെ കാണുക, ഡീറ്റെയിൽ ആയിട്ട് ടെസ്റ്റുകൾ ചെയ്തിട്ട് ഇത് എന്തുകൊണ്ട് വന്നു എന്ന് കണ്ടെത്തുകയും ഇനി അങ്ങോട്ട് കേടുവരാതിരിക്കാനുള്ള മുൻകരുതലുകളും കാര്യങ്ങളും എടുക്കുക. ഫാറ്റി ലിവർ മുൻകരുതലുകൾ എന്ന വിഷയമാണ് കോൾ സെന്റർ ചർച്ച ചെയ്യുന്നത്. ഡോക്ടർ അനീഷ് കുമാറാണ് നമ്മോടൊപ്പം ഉള്ളത്. ഡോക്ടർ, ഇപ്പോൾ ഒരു കോളർ കൂടിയുണ്ട്. സിദ്ധാർത്ഥനാണ് വിളിക്കുന്നത്. സിദ്ധാർത്ഥൻ, ചോദിച്ചോളൂ ഡോക്ടറിനോട്. ഹലോ, പറയൂ മിസ്റ്റർ സിദ്ധാർത്ഥ്, പറയൂ. ഡോക്ടർ നമസ്കാരം. നമസ്കാരം, പറയൂ. ഞാൻ കോഴിക്കോട് നിന്ന് ആണ്. എൻ്റെ പേര് സിദ്ധാർത്ഥൻ. സാർ, എനിക്ക് ഏതായാലും ഒരു 5-8 മാസം മേലെ, ഒരു വർഷത്തോളം എനിക്ക് വിശപ്പ് വളരെ കുറവാണ്. ഭക്ഷണം കഴിക്കാനേ തോന്നുന്നില്ല. ചോറിനോടൊക്കെ തീരെയും താല്പര്യമില്ല. പിന്നെ എനിക്ക് ഞാൻ ഈ ഷുഗറും കൊളസ്ട്രോളൊക്കെ ഉള്ള വ്യക്തി കൂടിയാണ്. ഹലോ, പറയൂ, കേൾക്കുന്നുണ്ട് സിദ്ധാർത്ഥ്. സാർ, ഇങ്ങനെ എനിക്കിപ്പം കുറെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. ഭക്ഷണം വേണ്ട. ഭക്ഷണത്തിനോട്, ചോറിനോടൊക്കെ വളരെ താല്പര്യക്കുറവാണ്. ശരീരം മെലിഞ്ഞിട്ടുണ്ടോ? മെലിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. എത്ര കിലോ കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ 2-3 മാസത്തിനുള്ളിൽ? ഇപ്പൊ ഞാൻ ഇന്ന് നോക്കിയപ്പോ 62 കിലോ മറ്റാണുള്ളത്. സാധാരണ നിങ്ങളുടെ വെയിറ്റ് എത്രയാ? സാധാരണ ഞാൻ അതിനെ കൂടി കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നു. 70 അടുത്ത് ഉണ്ടായിരുന്നു. തീർച്ചയായും നിങ്ങൾ ടെസ്റ്റുകളൊന്നും ചെയ്തിട്ടില്ല? ഇത്രയും വെയിറ്റ് ലോസും ഈ അസുഖങ്ങളൊക്കെ ഉണ്ടായിട്ട് ടെസ്റ്റുകളോ കാര്യങ്ങളോ വല്ലതും ചെയ്തിട്ടുണ്ടോ? ടെസ്റ്റ് ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാർ. ഇന്നലെ ഞാൻ പോയി ചെയ്തപ്പോൾ അപ്പൊ എനിക്ക് കൊളസ്ട്രോൾ, ഷുഗർ എല്ലാം കുറച്ച് കൂടുതലാണ്. അതല്ലാതെ ബാക്കി ലിവറിൻ്റെ ടെസ്റ്റ്, വെറും കൊളസ്ട്രോളും ഷുഗറും കൊണ്ട് മാത്രം നമ്മൾ വളരെ പ്രോആക്റ്റീവായിട്ട് വെയിറ്റ് കുറയ്ക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇതൊക്കെ വരുള്ളൂ. ഭക്ഷണം വേണ്ടായ്മ അതിൻ്റെ ഒരു ലക്ഷണമല്ല. അതിൻ്റെ മുകളിൽ വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ തീർച്ചയായും നോക്കേണ്ടത്. മനസ്സിലായില്ല? തീർച്ചയായും നിങ്ങൾക്കൊരു കുറേയും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ചെക്കപ്പ് ആവശ്യമുണ്ട് എന്നാണ് തോന്നുന്നത്. തീരെ ഭക്ഷണം വേണ്ടായ്മ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റുകൾ, ലിവർ ഫംഗ്ഷൻ, കിഡ്നി ഫംഗ്ഷൻ, അതുപോലെ സ്കാനിങ്, അങ്ങനെ വല്ലതും ഒക്കെ ചെയ്തിട്ടുണ്ടോ? ലിവർ ഫംഗ്ഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെന്തെങ്കിലും കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറയുന്നത്. എന്നും ഡോക്ടറെ പറ്റി വരികയാണ്. എന്തായാലും ഒരു കൂടുതൽ വിദഗ്ധമായൊരു പരിശോധന ആവശ്യമുണ്ടെന്നാണ് നിങ്ങളുടെ സംശയത്തിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്നത്. എന്നുവെച്ചാൽ വെറും കൊളസ്ട്രോളും ഷുഗറും കൊണ്ട് മാത്രം ഇത്രയും ഭക്ഷണം വേണ്ടായ്മ, ഇതുകൊണ്ട് മാത്രം ഈ പറഞ്ഞ ഭക്ഷണം വേണ്ടായ്മ, വിശൽപ്പില്ലായ്മ, അമിതമായിട്ട് ഭാരം കുറയുക എന്നുള്ളത് വരേണ്ട കാര്യമില്ല. ഉള്ളിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ നോക്കേണ്ടി വരും. പിന്നെ ഞാൻ ഒരു തവണ എനിക്ക് സ്ട്രോക്ക് ഉണ്ടായിരുന്നു. ഒരു തവണ എനിക്ക് സ്ട്രോക്ക് വന്നു. പക്ഷെ അതിന് മരുന്നാണ്ട് റെഗുലറായി കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പറഞ്ഞ സ്ട്രോക്കും ഇങ്ങനെ ഭക്ഷണം വേണ്ടായ്മയും ഒന്നും ഉണ്ടാക്കുന്നതല്ല. അപ്പോൾ അത് വേറെ എന്തെങ്കിലും അസുഖത്തിൻ്റെ, നമ്മുടെ ദഹന സംബന്ധമായ അസുഖത്തിൻ്റെ വല്ലതുമാണോ, ലിവറിൻ്റെ തന്നെയാണോ എന്നൊക്കെ നോക്കേണ്ട ഡീറ്റെയിൽ ആയിട്ടുള്ള പരിശോധനകൾ ആവശ്യമുണ്ട്. പക്ഷേ എൻഡോസ്കോപ്പി പോലുള്ള ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നാണ് തോന്നുന്നത്.
സിദ്ധാർത്ഥൻ വ്യക്തമാണെന്നാണ് കരുതുന്നത്. താങ്കളുടെ അസുഖം എന്താണ് എന്ന് ആദ്യം കണ്ടെത്തുന്നതിനായിട്ട് വ്യക്തമായൊരു പരിശോധനയൊക്കെ ആവശ്യമാണെന്നാണ് ഡോക്ടർ പറയുന്നത്. ഒരു കോളർ കൂടിയുണ്ട്. ആറ്റിങ്ങലിൽ നിന്ന് ഉദയകുമാറാണ് വിളിക്കുന്നത്. ഉദയകുമാർ, ചോദിച്ചോളൂ ഡോക്ടറിനോട്. ഹലോ ഉദയകുമാർ, പറയൂ. പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഉദയകുമാർ, ടിവിയുടെ വോളിയം ഒന്ന് കുറച്ച് വെച്ച ശേഷം സംസാരിക്കാമോ? ഹലോ, സാറേ, എനിക്ക് ഈ സ്കാൻ ചെയ്തപ്പോ എനിക്ക് ഹലോ പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട് ഉദയകുമാർ. സാറേ, എനിക്ക് സ്കാൻ ചെയ്തപ്പോ ഫാറ്റി ലിവർ ആണെന്ന് പറഞ്ഞായിരുന്നു ഡോക്ടർ. അപ്പൊ അത് സ്റ്റേജ് 1 സ്കാനിങ്ങില് ഫാറ്റി ലിവർ ആണെന്ന് പറഞ്ഞ് ബി സൈസ് ആയിരുന്നു. വ്യക്തമായില്ല, നിങ്ങൾ പറഞ്ഞ എന്താണ്? ഞാന് സ്കാൻ ചെയ്തപ്പോ ലിവർ ഫാറ്റി ലിവർ ആണെന്ന് പറഞ്ഞു ഡോക്ടർ. ശരി. അപ്പൊ അത് ടെസ്റ്റ് ചെയ്തപ്പോ എനിക്ക് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്തപ്പോ അതില് കൊളസ്ട്രോള് 40 പുറത്തു വന്നു. പറഞ്ഞോളൂ. 40 പുറത്തു വന്ന് അങ്ങനെ ആ ഡോക്ടർ മരുന്ന് കുറിച്ച് തന്ന് അത് ഒരു 2 വർഷത്തോളം കഴിച്ചപ്പോ ഈ 40 എന്നുള്ളത് 20 താന്നു വന്നു. SGPT SGOT എന്ന് പറയുന്ന ബ്ലഡ് ടെസ്റ്റുകളെ പറ്റിയാണ് ആയിരിക്കും പറയുന്നുണ്ടെന്ന് തോന്നുന്നു, അല്ലേ? അതെ അതെ അതെ. SGOT SGPT ആയിരിക്കണം. അതെ, പറയൂ. അതെ അതെ, അതൊരു നല്ല ലക്ഷണമാണ്. നമ്മളുടെ SGPT എന്ന് പറയുന്നത് നമ്മുടെ ലിവറിൻ്റെ ഒരു ടെസ്റ്റാണ്. ഞാൻ നേരത്തെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നു. അത് ഒരു നോർമൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ പല ലാബുകൾക്കും ചെറിയൊരു വേരിയേഷൻ എങ്കിലും ഒരു 30, 35 വരെ 40 വരെയൊക്കെയാണ് നോർമൽ ഉണ്ടാവുക. അതെ, പറഞ്ഞോളൂ. അതിന് ശേഷം ഇപ്പോ ഞാൻ ഒരു 3 വർഷം കൊണ്ട് മെഡിസിൻ ഒന്നും കഴിക്കുന്നില്ല, പിന്നെ ടെസ്റ്റും ചെയ്തിട്ടില്ല. അത് ഇനി വീണ്ടും വർദ്ധിക്കാൻ സാധ്യതയുണ്ടോ? തീർച്ചയായും. നമ്മുടെ ഷുഗറും കൊളസ്ട്രോളും അതുപോലെ നമ്മുടെ വ്യായാമങ്ങളെ എത്രത്തോളം ചെയ്യുന്നുണ്ടെന്ന് അനുസരിച്ചിരിക്കുന്നു. നമ്മൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറയും. നിർത്തിക്കഴിഞ്ഞാൽ ഓബ്വിയസ്ലി അത് കൂടാനുള്ള സാധ്യതയുണ്ട്, പ്രൊവൈഡ് നമ്മളതിന് വേണ്ട മുൻകരുതൽ എടുത്തിട്ടില്ലെങ്കിൽ. മനസ്സിലായില്ലേ? അപ്പം തീർച്ചയായും നിങ്ങൾ ചെക്ക് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ലിവറിന് വല്ലാത്തൊരു കേടുവരുന്ന അവസ്ഥയിൽ ആയിരിക്കരുത് അത് കണ്ടുപിടിക്കുന്നത്. അതിന് വളരെ നേരത്തെ സ്റ്റേജിൽ കണ്ടെത്തുകയും അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കുക നോക്കുകയല്ലേ വേണ്ടത് നമ്മൾ, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വീണ്ടും ഒരു ലിവർ ഫംഗ്ഷൻ ടെസ്റ്റും അതുപോലെ ലിവറിൻ്റെ ഒരു സ്കാനിങ് ഒക്കെ എടുത്ത് നോക്കി ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഉദയകുമാറിന് വ്യക്തമാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മുഹമ്മദ് ചെർപ്പുളശ്ശേരിയിൽ നിന്ന് വിളിക്കുന്നുണ്ട്. മുഹമ്മദ്, ചോദിച്ചോളൂ ഡോക്ടറിനോട്. ചോദിച്ചോളൂ. മിസ്റ്റർ മുഹമ്മദ്, പറയൂ. സാറേ, ഞാൻ ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ്. സാറേ, ഞാനൊരു ഹാർട്ട് പേഷ്യന്റ് ആണ്. പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട് മിസ്റ്റർ മുഹമ്മദ്, പറയൂ. ഞാന് ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് എല്ലാം 5 ഗ്രാം ഇതൊക്കെ കഴിഞ്ഞു. എന്തേലും പ്രശ്നം ഉണ്ടോ എന്നുള്ള, ലിവറിന്റെ എന്തേലും പ്രശ്നം ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. ഞാന് പിന്നെ ചെർപ്പുളശ്ശേരിയിൽ നിന്നാണ് ഞാൻ വിളിക്കണതേ. അപ്പം നിങ്ങൾ ഹാർട്ടിൻ്റെ ചെക്കപ്പ് കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു അവയവമാണ് നമ്മുടെ ലിവർ, ഇന്നത്തെ ചർച്ചാ വിഷയമായ ലിവർ. അപ്പോൾ ലിവറിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്താലാണ് ലിവറിന് പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുകയും ലിവറിൻ്റെ ഒരു സ്കാനിങ്ങും ചെയ്താലാണ് ലിവറിൻ്റെ ആരോഗ്യസ്ഥിതിയെപ്പറ്റിയും ലിവറിന് എത്രത്തോളം കേടുകളുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഹാർട്ടിൻ്റെ ടെസ്റ്റുകൾ ഹാർട്ടിന് വേണ്ടി ചെയ്യുന്ന ആൻജിയോഗ്രാം ചെക്ക് ചെയ്യുന്ന ഹാർട്ടിലെ രക്ത ഓട്ടത്തിന് ബ്ലോക്കുകളോ തടസ്സങ്ങളോ ഉണ്ടോ ഒക്കെ നോക്കുന്ന ടെസ്റ്റുകളാണ്. മനസ്സിലായില്ലേ? മുഹമ്മദിന് വ്യക്തമാണെന്നാണ് കരുതുന്നത്. ഡോക്ടർ, നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ പറയുകയായിരുന്നു രോഗലക്ഷണങ്ങൾ എന്താണെന്ന് ആദ്യഘട്ടത്തിൽ മനസ്സിലാവില്ല എന്ന്. ഒരു അസുഖം വരുന്നതിനേക്കാൾ എങ്ങനെ അതിനെ തടയാം, മുൻകരുതലുകൾ എന്തൊക്കെയാണ് എന്നതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഫാറ്റി ലിവർ എന്ന ഒരു അസുഖത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? വളരെ സിമ്പിളാണ്. പ്രാവർത്തികമാകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും. അപ്പം ബേസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊരു ജീവിതശൈലി രോഗമാണ്. അപ്പോൾ നമ്മുടെ ജീവിതശൈലി, അത് നമ്മുടെ ഫാറ്റി ലിവർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള തരത്തിലുള്ള ജീവിതശൈലിയാണെങ്കിൽ അത് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് വളരെ ഓബ്വിയസ്ലി വാട്ട് വി ക്യാൻ ഡു, റൈറ്റ്? സോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന് നമ്മുടെ ജീവിതശൈലി മാറ്റിയെടുക്കുക. ഭക്ഷണം,
വ്യായാമങ്ങൾ, ആവശ്യമില്ലാത്ത മരുന്നുകളോ ആവശ്യമില്ലാത്ത സംഗതികളോ ഒക്കെ ഒഴിവാക്കാൻ. ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒഴിവാക്കേണ്ട അതെ, ഭക്ഷണങ്ങൾ ഭക്ഷണത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫാറ്റി ലിവറിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഡയബറ്റീസും കൊളസ്ട്രോളും തന്നെയാണ്. അപ്പം ഡയബറ്റീസിനും കൊളസ്ട്രോളിനും ഫോളോ ചെയ്യുന്ന ഡയറ്റ് പാറ്റേൺ തന്നെയാണ് ഫാറ്റി ലിവറിനും നമുക്ക് ആവശ്യമുള്ളത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന്, എപ്പോഴും നമ്മളൊരു ബാലൻസ്ഡ് ആയിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. അതിൽ നമ്മുടെ ഫാറ്റിൻ്റെ കണ്ടൻറ്റ് അധികമായിട്ടുള്ള പൂരകങ്ങളായിട്ടുള്ള ഫാറ്റുകൾ കഴിയുന്നതും കുറയ്ക്കാൻ നോക്കുക. പിന്നെ ഞാൻ പലപ്പോഴും എല്ലാവരും ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഇവിടെ കൊഴുപ്പ് കുറയ്ക്കും, അതാണ് സാധാരണ ചെയ്യാറുള്ളത്. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മലയാളികളിൽ ഉണ്ടാകുന്ന അമിതമായ അരി ആഹാരത്തിൻ്റെ ഒരുപാട് അന്നജങ്ങൾ, അരി മാത്രമല്ല എല്ലാ അന്നജങ്ങളുടെയും കുറയ്ക്കുക. കൂടുതൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫൈബേഴ്സ്, ഇങ്ങനെയുള്ള സംഗതികൾ കൂടുതൽ ഈ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മുൻകരുതലായിട്ട് പറയാനുള്ളത്. നമുക്ക് സമയം കുറവുണ്ട്, അതുകൊണ്ട് തന്നെ കോൾ സെന്ററിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഡോക്ടറിന് ഒരുപാട് നന്ദിയുണ്ട്, ഇത്രയധികം ആളുകളുടെ സംശയങ്ങളൊക്കെ തന്നെ ക്ലിയർ ചെയ്തതിന്.